ഹേയ്, അസ്സലാമു അലൈക്കും. എനിക്കാരുമില്ല, ഞാൻ ഒറ്റക്കാണ്. മൊത്തത്തിൽ ഏകാന്തത നിറഞ്ഞതുപോലെയുള്ള ഒരു തോന്നൽ. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്നും തൻ്റെ പ്രതീക്ഷ, തൻ്റെ റബ്ബിൽ നിന്ന് തൻ്റെ പ്രതീക്ഷ കൈവിടാതെ നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാമ തങ്ങളെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ഉറക്കെ വിളിച്ച് തൻ്റെ പ്രതീക്ഷ അപ്പോഴും കൈവിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആക്ക് ഉത്തരം നൽകി. യൂനുസ് നബിയെ ആ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം എത്ര തന്നെ ഇരുട്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. ഒരു വിഷമം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ അടുത്തൊരു പരീക്ഷണം വീണ്ടും വരിക, അങ്ങനെ നിരന്തരം ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ ഇസ്ലാമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് അഥവാ സത്യം എന്ന് പറയുന്നത്, അള്ളാഹു ഒരിക്കലും അവനിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവനിലേക്ക് തിരിയുന്ന ഒരു ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തകർന്ന മനസ്സിനെയും അവൻ ഒഴിവാക്കില്ല. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്. നിങ്ങൾ തിരികെ അള്ളാഹുലേക്ക് പോകുമ്പോൾ, അള്ളാഹുലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ, നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മാറൂ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക. നിങ്ങൾ അള്ളാഹുവിനോട് ഒരുപാട് ദൂരെയാണ് എന്നുള്ള കാര്യം പറയാം. നമ്മളുടെ മനസ്സ് തുറക്കുക. നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾക്കെല്ലാം പറയാൻ പറ്റണം. സുജൂദികളിൽ നിങ്ങൾക്ക് വാക്കുകളില്ലെങ്കിലും നിങ്ങൾ കരയുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സൃഷ്ടാവിനെ ഏൽപ്പിക്കുക. അന്നേരം നിങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു തആല ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എന്നിലേക്ക് വരൂ, ഞാൻ നിങ്ങളിലേക്ക് ഓടിയെത്താം. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പാടന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ്, നിങ്ങൾ എന്തിനാ ആ തെറ്റ് ചെയ്തേ എന്നൊരു കുറ്റബോധം അപ്പോൾ ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു കുറ്റബോധം വരുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം അവിടെ തന്നെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ, നിങ്ങൾ മാറാൻ വിചാരിക്കുമ്പോൾ, അങ്ങനെ ആ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ പതിയെ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്തെന്നില്ലാത്ത ആ ഒരു സമാധാനം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന് പുറത്തു തരാൻ ഏറെ ഇഷ്ടമുള്ളതാണ്. ഈവൻ ആദം നബി അലൈഹിസ്സലാമ തങ്ങളും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഒരു വിത്തായി സങ്കല്പിക്കുക. ആ ഒരു വിത്തിനെ നിങ്ങൾ ദിവസവും പ്രതീക്ഷയോടെയും അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെയും നിങ്ങൾ എപ്പോഴും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവസാനം അത് മനോഹരമായി വളർന്നു വരികയും ചെയ്യും. മറിച്ച് നിങ്ങളുടെ തെറ്റിനെ കുറ്റബോധത്തോടെയും പ്രതീക്ഷയില്ലാതെയും ആ വിത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ചെടുക്കാണ്ടിരുന്നാൽ അതൊരിക്കലും വളരില്ല, അതിനൊരിക്കലും വളരാനൊരു അവസരം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടായാലും അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ഈ രീതിയിൽ പോസിറ്റീവായി ചിന്തിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അവർക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് കൂലി ലഭിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അസ്സലാമു അലൈക്കും.